ഒരു വണ്ടി മേലോട്ട് കയറണോ തിരിച്ചു പറയാം. ഇതുപോലെ ഉള്ളടത്ത് കയറുമ്പോ ശ്രദ്ധിക്കുക. Hey, hi, hello, welcome to another episode of Ridiculous Travelers. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുത്തത് ഏകദേശം ഒരു 1-2 വർഷം മുമ്പാണ് കേട്ടോ. FFJA അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫെൻഡർ ജീപ്പേഴ്സ് അസോസിയേഷൻ, ഈ ഒരു ക്ലബിൻ്റെ കൂടെയാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ കൂടെ പോകുന്നത്. ഞാൻ കാണാൻ പോകുന്ന എല്ലാവരും തന്നെ ക്ലബിലെ പുലികളാട്ടോ. ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന ഗോപിയേട്ടൻ ഉൾപ്പെടെ. ഓക്കെ, നമ്മളിന്ന് പോകാൻ പോകുന്നത് നാലുമല എന്ന ഒരു സ്ഥലത്താണ്. അതായത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തിൽ നാലുമല ആണ് എൻ്റെ പേര്. പോകുന്ന വഴി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കോട്ടയത്ത്, അതായത് പാലാ വാഗമൺ റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് ഏകദേശം രാവിലെ ഒരു 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. രാവിലത്തെ ആ കോടമഞ്ഞും തണുപ്പും, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ജീപ്പും. ഈ ഒരു വഴിയിൽ സത്യം പറഞ്ഞാൽ 2 വണ്ടികൾക്കായിരിക്കും നല്ലൊരു വൈബ് കിട്ടുന്നത്. ഒന്ന് നമ്മൾ 2 വീലറായിട്ടുള്ള ഏതെങ്കിലും ബൈക്കായാലും സ്കൂട്ടറായാലും സൂപ്പറായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഓപ്പൺ ജീപ്പിലും. നമ്മുടെ മുമ്പിൽ പോണ ജീപ്പാണ് ജസ്റ്റിൻ്റേത്. 2 ജീപ്പും ഈ ഒരു വഴിയിൽ നല്ല വൈബൊക്കെ കണ്ട് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സത്യം പറ നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് ഒരു കാര്യം നടന്നത്. സംഭവം വേറൊന്നുമല്ല, ഓപ്പോസിറ്റ് നിന്നൊരു നമ്മുടെ ഒരു ആനവണ്ടി വന്നു. ആ ഒരു വളവായിരുന്നു. പുള്ളിക്കാരൻ ഹോൺ അടിക്കാണ്ട് കയറി വന്നു. നമ്മുടെ ഫ്രണ്ടിലുള്ള ജസ്റ്റിൻ്റെ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു. നമ്മളും ബ്രേക്ക് ഇട്ടു. പക്ഷേ ബ്രേക്കിനുള്ള ടൈം ഉണ്ടായതില്ല. നേരെ കൊണ്ട് ബാക്കിലിടിച്ചു. പക്ഷെ എന്നാലും യാത്രയ്ക്കൊരു മുടക്കമില്ല. നമ്മൾ ചില്ലായിട്ടാണ് നേരെ മുമ്പോട്ട് തന്നെ പോയി. കാണുന്നത് മൊത്തം ക്ലൗഡ് ബെഡ് ആട്ടോ. രാവിലത്തെ ടൈമിൽ, അതായത് ഏകദേശം ഒരു 8 മണി ആ ഒരു സമയം, ഈ ഒരു വഴി കൂടെ നമ്മുടെ ഓപ്പൺ ജീപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ കാണുന്നത് കാഴ്ചയിട്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീൽ അത്. എങ്ങനെയാ എന്തോ പൊളി എന്തുണ്ട്? കറക്റ്റ് ആ ഒരു ഇതിലേക്ക് വീഴുന്നില്ലല്ലോ. അത് ക്ലച്ച് ചവിട്ടി കുറച്ചു നേരം പിടിച്ച് ഇങ്ങനെ നോക്കി അല്ലേ? എങ്ങനെയുണ്ട്? ഒരു പിടുത്തമല്ലേ ഇപ്പം? നേരത്തെ ആ കട്ട എവിടെയെന്ന് അറിയാൻ പറ്റണല്ലോ, അങ്ങനെ അല്ലേ? ആ പല്ല് എവിടെയാണ് പറ്റുന്നുള്ളത്? നമ്മൾ ഞാനീ പിടിച്ചിട്ട് വണ്ടി ഓടിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ നെടുങ്കണ്ടം എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള റൈഡേഴ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യണത്.
അങ്ങോട്ടോ താഴത്തെ കേട്ടോ ആ താഴത്തേക്ക് നേരത്തെ പറഞ്ഞ പുലികളൊക്കെ ഇതാട്ടോ. ആ മുണ്ടെടുത്ത ആളെ കണ്ടോ? ആ ആളാണ് പാലക്കാരൻ ബിജു. ഓഫ് റോഡ് പുലിയാണ്. യൂട്യൂബ് കയറി സെർച്ച് ചെയ്താൽ കിട്ടും. ഇവിടെ അങ്ങോട്ട് കേട്ടോ ഇനി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണേ. കാരണം അതില് വ്യൂ ഇല്ല, കിട്ടുമല്ലോ. ഏകദേശം 10-15 വണ്ടി ഉണ്ടാകും കേട്ടോ. സംഭവം എല്ലാം ഇങ്ങനെ വന്ന് നേരത്തെ കിടക്കാൻ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ കൂട്ടത്തിനകത്ത് ഞാൻ മാത്രം കേട്ടോ ആദ്യമായിട്ട് ഓഫ് റോഡ് പോകുന്നത്. ബാക്കി എല്ലാവരും പുലികളാണ്. ഒരുപാട് തവണ തന്നെ FFJയുടെ കൂടെ ഓഫ് റോഡ് മീറ്റപ്പും എന്താ പറയുക റേസും ഫൺ ഒക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സ്പോട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അത്യാവശ്യം കഷ്ടപ്പെട്ടു. എനിക്ക് ഈ വണ്ടി ഞാൻ എടുത്തിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇതിൻ്റെ ടയറൊക്കെ പോകുന്ന ഡയറക്ഷൻസ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കി ഭയങ്കര പാടായിരുന്നു. പിന്നെ ഈ ഒരു വൈബ് ഇത്രയും ആൾക്കാരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആ വണ്ടിയൊക്കെ ഇങ്ങനെ കുലുക്കി എടുത്ത് പോകുന്നത് കാണാനുണ്ടല്ലോ. ഒരു വല്ലാത്തൊരു ഫീലാണ്. ആണ് നേരത്തെ പറഞ്ഞ പാലക്കാരൻ ബിജു. പുള്ളിയുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് സ്റ്റോക്ക് ജീപ്പിൽ ഒരു റേസ്, അതിൻ്റെ ഫസ്റ്റ് വന്ന് കപ്പ് അടിച്ചിട്ട് നേരെ ജീപ്പിന് വേണ്ടി മുണ്ടും മടക്കി എടുത്തിട്ട് നിൽപ്പുണ്ട്. ഒരു വൻ ലുക്കാണ്. നമ്മളിങ്ങനെ ഫസ്റ്റ് ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് ആക്ച്വൽ 4 മരുടെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. അവിടെ നിന്നാണ് പ്രോപ്പർ എന്താ പറയുക ഒരു പ്രോപ്പർ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഈ വഴിയാണ് സ്റ്റാർട്ടിങ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പല ഗിയർ ഷിഫ്റ്റിങ്ങും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്നും അറിയണ്ടായിരുന്നില്ല. പല സ്ഥലത്തും നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് ടാസ്ക് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ആദ്യമായിട്ട് തന്നെ കുറേ ഇട്ടിട്ട് നല്ല രീതിയിൽ പണി ചെയ്തിട്ടൊക്കെയാണ് മുകളിലേക്ക് കയറ്റിയത്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാണാം.
വെള്ളം കയറിയപ്പോൾ തന്നെ വണ്ടിയുടെ ഏകദേശം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കയറിന് ഏത് കയറിന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ വണ്ടി നല്ല രീതിയിൽ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ വണ്ടി ഇപ്പം അവിടെ കയറിയത്. അന്ന് കുറേ ബൈക്കേഴ്സും ഈ വഴി മേളിൽ കയറാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇത് ഓർക്കണം, ഫസ്റ്റ് മലയാണ്, അതായത് ആദ്യത്തെ 4 മലയിൽ നിന്ന് ആദ്യത്തെ ഒറ്റൊരു മല കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പോട്ടിൽ നിന്ന് മേളിലേക്ക് നല്ല രീതിയിലുള്ള ഓഫ് റോഡ്, ഇൻ ദ സെൻസ് ഒരു എക്സ്പേർട്ടായി അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഫ്രഷറായിട്ടുള്ള അല്ലെങ്കിൽ അതായിട്ട് പോകുന്ന എനിക്ക് കുറച്ചേറെ പണി വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഈ അവസ്ഥയിൽ എന്തായാലും പറയാനുള്ളത് മൂഞ്ചി അവസ്ഥയാണ്. വണ്ടി ഈ ഒരു ഭാഗം എത്തിയപ്പോൾ തന്നെ ഞാൻ ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ഹീറ്റായി ഇതിൻ്റെ റേഡിയേറ്റർ പമ്പിൽ നിന്നുള്ള പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിവേ നമ്മുടെ വണ്ടി എന്തായാലും മുന്നോട്ട് പോകത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കോട്ട് എടുത്ത് ഒതുക്കിക്കൊണ്ടിടാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ എൻ്റെ 4 മല കയറ്റം ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഉച്ച സമയമൊക്കെയായിരുന്നു, നല്ല വെയിലായിരുന്നു. നമ്മളെന്തായാലും ബാക്കൗട്ട് എടുത്ത് അവിടെ ഒതുക്കി ഇടാൻ തീരുമാനിച്ചു. നിർത്തി വെച്ചോ. ഞാനായിരുന്നു ആദ്യമേ പോയിക്കൊണ്ടിരുന്നത്. അപ്പം വണ്ടി എന്തായാലും ഒതുക്കിയിട്ടു. ബാക്കിയുള്ള ആൾക്കാർക്ക് പോകാനുള്ള വഴിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് എന്തായാലും എനിക്ക് 4 മല കയറാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ അങ്ങ് പോകുന്നൊരു പ്ലാൻ തന്നെയായിരുന്നു. ഇതുപോലെ ഉള്ളടത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കുക. പവർ സ്റ്റിയറിംഗും ഇപ്പൊ എന്തോ ഓയിൽ എന്തൊക്കെ ഇവിടെ താത്തല്ല പിടിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഓഫ് റോഡ് കയറാൻ പറ്റുന്ന വണ്ടികളാണെങ്കിൽ ഇത് പൊക്കി പിടിപ്പിക്കണം. ഇത് ഫിറ്റിംഗ് അടിയെന്നുള്ളത് ഈ പൊക്കത്തിൽ ഇതിപ്പോ എവിടെയെങ്കിലും കല്ലെ തട്ടി കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് പോകും. ഇപ്പൊ പവർ സ്റ്റിയറിംഗ് ഇല്ലേ? പവർ സ്റ്റിയറിംഗ് ഇപ്പൊ മറ്റേ ഓയിൽ കുറഞ്ഞോണോ ഓയിൽ പോയിട്ട് അറിയില്ല. എന്താ പറയാ, മറ്റേ ശബ്ദം വരില്ലേ, ടൈറ്റ് എടുക്കല്ലേ, ഓയിലുണ്ട്. അതാ കുഞ്ഞു ചെന്നപ്പോൾ ഓയിലില്ലാതെ വന്നതല്ലായിരിക്കും. അതിനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി. നല്ല മഴ തുടങ്ങി. മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴ. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ഈ ടെറൈൻ്റെ ആ ഒരു സ്വഭാവം നല്ല രീതിയിൽ മാറുന്നുണ്ടായിരുന്നു. പരിപാടി അതായത് അവിടെ തിരിക്കാൻ സ്ഥലമുണ്ടോ? അവിടെ വണ്ടിയെല്ലാം തിരിച്ചു പോരെന്ന് പറയട്ടോ. ഒരു വണ്ടി മേലോട്ട് കയറണോ? തിരിച്ചു പറയാം. എല്ലാവരോടും പറഞ്ഞ ആ ജസ്റ്റിനോട് പ്രത്യേകിച്ച് പറഞ്ഞോണം കേട്ടോ. മഴ അങ്ങനെ പെട്ടെന്ന് തന്നെ വന്നു, അതുപോലെ പോവുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഇപ്പം നിലവിലുള്ള ഈ ടെറൈൻ നമുക്ക് അത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അതായത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണെല്ലാം നല്ല രീതിയിൽ ഇളകും. ആൻഡ് നമ്മുടെ വണ്ടികളുടെ ടയർ അത്രത്തോളം പിടിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ആ സ്പോട്ടിൽ കാണുന്ന ആ ഭാഗത്ത്.
എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പേ കയറിപ്പോയ ഒരു 2-3 വണ്ടികളകത്ത് ഒരു വണ്ടി എന്താ പറയുക ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല, നേരെ അത് മറിഞ്ഞു വീണു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഭാഗ്യത്തിന് നമുക്ക് നമ്മുടെ റൈഡേഴ്സും നമ്മുടെ ഡ്രൈവർമാർക്കാർക്കും ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ നമ്മളിപ്പം പതുക്കെ എല്ലാ വണ്ടികളും കയറും വടമൊക്കെ കെട്ടി താഴത്തേക്ക് ഇറക്കുമായിരുന്നു. ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്താ പറയുക പ്ലസ് പോയിൻ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ വണ്ടിക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ മേളിൽ പെട്ടുപോയ വേറൊരു വണ്ടി, ഈ വണ്ടികളൊന്നും തന്നെ അവിടെ കിടന്നില്ല. ആ ഒരു ക്ലബിൻ്റെ ആ ഒരു ആൾക്കാരുടെയൊക്കെ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ്. കാരണം വൈകുന്നേരം ഏകദേശം ഞങ്ങളൊരു 7 മണി 8 മണി കണ്ടായി താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്രയും നേരം അവർ ഞങ്ങളുടെ കൂടെ നിന്ന്, അന്ന് സൺഡേ ആയിരുന്നു, എന്നിട്ട് പോലും സ്പെയർ പാർട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഫിറ്റ് ചെയ്ത് വണ്ടി താഴത്തിറക്കി പ്രോപ്പറായിട്ടാണ് ഞങ്ങളിന്ന് വിട്ടുപോയത്. എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളിവിടെ വരും ഈ 4 മല കീഴടക്കാനായിട്ട്. അതുവരേക്കും ബൈ.